ഒരു വർക്കിന്റെ കാര്യം പറയാനാ കോൾ ചെയ്തത്. ബോസായി എനിക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. നിന്റെ ഫ്രണ്ടിൽ കണ്ണാടി എന്തെങ്കിലും ഉണ്ടോ? ശരിക്കൊന്ന് മുഖം നോക്ക്. അല്ല, ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഓഫീസിൽ പോലും അല്ല. അത് മാത്രല്ല, ഞാനും നീയോ ഏതോ ജന്മപാപം കൊണ്ട് റിലേറ്റീവ് ആയതാ. പിന്നെ ഞാനെന്തിനാ നിനക്ക് എപ്പോഴും ഇങ്ങനെ റെസ്പെക്ട് തരുന്നേ? നീയല്ലേ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, കോള് വെക്കാനൊക്കെ പറഞ്ഞ്. ഇപ്പൊ എന്താ തിരക്കൊന്നുമില്ലേ? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ടോമും നിങ്ങൾ ജെറിയാണെന്ന് തോന്നും. വിക്കി, മദർ ഇന്ത്യ നിങ്ങളായിരുന്നോ? ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു. അവൻ വന്നാ എന്താ പ്രശ്നം? നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? പിന്നല്ലാതെ, ആദ്യ ഓർഗാനിക്സ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, നിന്നെ ഞാൻ മാനേജർ ആക്കാം, പുതിയ പുതിയ ഐഡിയസ് താന്നും പറയും. ഇതല്ലാതെ ഞങ്ങൾക്കിടെ വേറെ സംസാരമില്ല. ഇപ്പൊ ഞാനെങ്ങനെ ഗെയിം കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഫുള്ള് ക്ലാസ് തന്ന് എന്നെ ടെൻഷൻ ആയിക്കളയും. ഡോൺ വറി, അവനോട് ഞാൻ ഇതൊന്നും പറയില്ല. ആ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചോദിച്ചോ മദർ ഇന്ത്യ? എൻഗേജ്മെന്റ് ഡേറ്റ് അടുത്തു കഴിഞ്ഞു. അവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ എവിടെ വരെയായി? അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അയ്യോ, അതൊരു പഞ്ചവത്സര പദ്ധതിയില്ല. എനിക്ക് തോന്നി അതെങ്ങനെ സ്റ്റാർട്ടായോ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരു പ്രോഗ്രസ്സും ഇല്ല. നിന്നെ കൊണ്ടത് പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. അറ്റ്ലീസ്റ്റ് അവനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതെങ്കിലും നിനക്കറിയാവുന്ന കാര്യമാണോ? അമ്മ ഇത് എന്നു മുതൽ ഇങ്ങനെ കോമഡി ഒക്കെ പറയാൻ തുടങ്ങിയ? ചേട്ടന് ലവ്വാ? മണ്ണെണ്ണ വെള്ളം ഇപ്പോഴെങ്കിലും മിക്സ് ആയിട്ടിരിക്കോ? അതും ഇല്ലെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണ്ടേ? നീ അങ്ങനെ ചെയ്യുമെന്ന് തന്നെ എന്റെ കോൺഫിഡൻസ്. പക്ഷെ എനിക്കില്ലല്ലോ. അമ്മ തന്നെ വലിയ പ്രശ്നത്തിൽ എന്നെ ചാടിച്ചേ. ചേട്ടൻ ആരെങ്കിലും ഇഷ്ടമാണോ, അത് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ ചേട്ടനോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അവന് വേണ്ടിയിട്ടൊരു പെണ്ണിന് ഇതുവരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മളിനി എത്ര ശ്രമിച്ചാലും ഈ കാര്യം നടക്കില്ല. എന്നെ അറിയാലോ, വെറുതെ ഒരു ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്താൽ മതി, അതിലേക്ക് ഞാനങ്ങ് ഇൻവോൾവ് ആയി പോവും. ആ ടോമിനെ ഏതൊക്കെ രീതിയിൽ പറ്റിക്കാവോ അതുപോലെയൊക്കെ പറ്റിക്കുന്നതാ ഈ ജെറിയുടെ ജോലി. നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയ എനിക്ക് വട്ടായി പോകും. ഭ്രാന്ത് ഒരേ ഒരു പ്രാവശ്യം വരൂ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇനി വരാൻ പോകുന്നില്ല. ഡോൺ വറി. Will you just shut up? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനെപ്പറ്റി പറയാനാ ഞാൻ വിളിച്ചേ. നാളെ എന്തായാലും വരണം നീ. അതല്ലാണ്ട് എന്തെങ്കിലും റീസൺ പറഞ്ഞ് മുങ്ങാനാണ് നിന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നാളെ മീറ്റിംഗ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം. വാട്ട് എ കോമഡി ബോസ്. ഞാൻ അവിടുത്തെ അഡ്മിൻ. മീറ്റിംഗ് ഹോള് ബുക്ക് ചെയ്യേണ്ടത് ഞാൻ തന്നെയാ. ഞാൻ അറിയാതെ ഏത് മീറ്റിംഗാ നാളെ നടക്കുന്നേ? ബോസിനെക്കാളും ഇവർ അഡ്മിൻ ആണോ ഉള്ളത്? നാളെ എന്താ മീറ്റിംഗ് ഇല്ലേ? അപ്പോ ഉണ്ട്, ഒരു ചെറിയ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഓഫീസിൽ ചേർന്നത് മുതൽ നിങ്ങൾ അതുപോലത്തെ മീറ്റിംഗിലൊന്നും പങ്കെടുത്തിട്ടില്ല. അഡ്മിന് ബോസിന്റെ അത്രയും കാര്യങ്ങൾ അറിയില്ലെങ്കിലും ബോസിനെ പറ്റി നന്നായിട്ട് അറിയാം. അതൊന്നും എനിക്കറിയണ്ട. നാളെ നീ ഓഫീസിൽ വന്നിരിക്കണം. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നീ അവിടെ ഉണ്ടായിരിക്കണം. അതും വിത്ത് പ്രസന്റേഷൻ. ബ്ലഡി സൈക്കോ വുമൻ. എടോ, ഏയ് ഏയ്, അയ്യോ എന്റെ അമ്മു, ബോണ്ടയെല്ലാം കരിഞ്ഞുപോയി. ഒരു ഫോൺ വന്നു കഴിഞ്ഞ പിന്നെ നിനക്ക് ഒന്നിന്റെ ഒരു ശ്രദ്ധയില്ല. നീ എന്താ ചെയ്തെന്നറിയാമോ? കഷ്ടം. ആരാ ഫോൺ വിളിച്ചേ? എന്നെ ഇത്ര സ്നേഹത്തോടെ വിളിക്കാൻ വേറെ ആരാ ചേച്ചിയുള്ളത്? അതെ, ആ അഹങ്കാരി കൊരങ്ങൻ വേദാന്ത്. ചേട്ടൻ എന്തിനാ ഇപ്പൊ വിളിച്ചേ? എന്റെ ഗതികേട്. ബോണ്ട ഉണ്ടാക്കുന്ന സമയത്ത് ആ കൊരങ്ങന്റെ കാര്യം എന്തിനാ ഇപ്പൊ പറയുന്നേ? വിട്ടേക്ക് ചേച്ചി.
അവള്. എന്നാൽ ഇന്ന് എത്രയും ഭംഗിയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. കൊള്ളാം, കാണാൻ പാവയെ പോലെ തോന്നുന്നു. ഞാൻ തന്നെ കണ്ണുവെക്കും. ഒന്നും മിണ്ടായിരിക്കും. നീ വെറുതെ ഇങ്ങനെ കള്ളം പറയാൻ നിക്കല്ലേ. ഇല്ല അമ്മു, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഈ രീതിയിൽ നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയോ? അവൾ പറഞ്ഞത് സത്യമാ. എന്റെ കണ്ണ് തന്നെ വീഴുമെന്ന് എനിക്ക് സംശയം. ചേച്ചി, ആരും കണ്ണു വെക്കാതിരിക്കാൻ എന്തോന്ന് ചെയ്യുമായിരുന്നല്ലോ, അത് ചെയ്യൂ ചേച്ചി. ചേച്ചി ദൃഷ്ടി ഒഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു. ആ ദൈവം കണ്ണു വെച്ചാ പോലും ഒന്നും പറ്റില്ല. അതിഥി എവിടെ പോയി ചേച്ചി? ചേച്ചി അവൾ പൂ കൊണ്ടുവരാൻ പോയിരിക്കോ. ആ പൊട്ടിക്കളിക്ക് ഇപ്പൊ തന്നെ പോണായിരുന്നോ? നിന്നെ കാണാൻ വരുന്നവർ എന്തായാലും രാഹുകാലം കഴിഞ്ഞേ വരുള്ളൂ. അതിനുള്ളിൽ വന്നേക്കാന്ന് പറഞ്ഞ് ആളായി പോയിട്ടുണ്ട് ചേച്ചി. അമ്മു, ഞാനൊരു കാര്യം പറഞ്ഞ നീ അത് ചെയ്യോ? ആദ്യം കാര്യം എന്താണെന്ന് പറ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണം. ഞാൻ എന്റെ ഈ ലൈഫിൽ ആരെങ്കിലും കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയെ മാത്രം. ഞാൻ പറഞ്ഞ കാര്യം നീ നടത്തി തരുമെന്ന് എനിക്ക് വാക്ക് തരണം. ശരി ചേച്ചി, പറ, ഞാൻ നടത്തി തരാം. നിന്നെ കാണാൻ വരുന്ന പയ്യനെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ ഒരു കാരണവശാലും ഇഷ്ടമാണെന്ന് പറയരുത്. അയ്യോ, ഇതിൽ സമ്മതിക്കാൻ എന്തിരിക്കുന്നു? കണ്ടീഷൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ സിഗ്നൽ കൊടുക്കില്ലല്ലോ. ഇത് തന്നെയാ വേണ്ടെന്ന് പറഞ്ഞ. ഈ കണ്ടീഷനിൽ നിന്റെ ഭാവിയും നിന്റെ സന്തോഷത്തിനും നിന്റെ ആഗ്രഹത്തിനും ഒന്നിനൊരു വിലയുണ്ടാവില്ല. വിലയുടെ കാര്യം പോട്ടെ ചേച്ചി, അതൊരു കാര്യമേ അല്ല. ശരിയാ, നീ ഞങ്ങളുടെ സന്തോഷത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. മനസ്സിലായോ? നീ എങ്ങാനും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. നിനക്ക് ഇഷ്ടമില്ലാത്ത പയ്യനെ ഞങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിച്ചു എന്നൊരു തോന്നലുണ്ടാവും ഞങ്ങൾക്ക്. അതുകൊണ്ട് സത്യം ചെയ്യും. ശരി ചേച്ചി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. സന്തോഷായോ? സുമേഷേ, എടോ സുമേഷേ. പറയൂ ബോസ്. ഗുഡ് മോർണിംഗ്. എനി ടൈം ഓൺ ഡ്യൂട്ടി. ഹാവ് എ നൈസ് ഡേ. എന്തിനാടോ സല്യൂട്ടൊക്കെ? ഞാൻ എന്താ വല്ല പട്ടാളമാണോ? ഇതിനേക്കാളും നല്ലത് പട്ടാളത്തിലെങ്ങാനും പോകുന്നത് തന്നെയായിരുന്നു. തെറി വിളിച്ചു കഴിഞ്ഞോ? അയ്യോ ബോസ്, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? ബോസ് പട്ടാളക്കാരെക്കാളും സ്ട്രിക്റ്റ് ആണെന്നാ ഞാൻ മനസ്സിലാലോചിച്ചേ. വല്ലപ്പോഴെങ്കിലും സത്യം പറയടോ. മൈൻഡ് വോയിസ് എന്നെ മനസ്സിലാക്കിയിട്ട് ഇനി നോർമൽ വോയിസിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? താ മനസ്സിൽ തെറി വിളിച്ചാലും എന്നെ കളിയാക്കിയാലും എനിക്ക് മനസ്സിലാവും. ശരി, പോയ അമൂല്യെ വിളിക്ക്. ശരി ബോസ്, ഞാൻ വിളിക്കാം. പറയൂ ബോസ്, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ? അവളെ വിളിക്കാനാ ഞാൻ തന്നെ വിളിച്ചത്. പോയി വിളിക്കടോ. ബോസ്, അമൂല്യ മേഡം ഇത്ര നേരത്തെ വരത്തില്ലല്ലോ ബോസ്. ഞാൻ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് അവളോട് പ്രസന്റേഷനുമായിട്ട് നേരത്തെ വരാൻ പറഞ്ഞ വന്നിട്ടുണ്ടാവും. പോയി വിളിക്കവളെ. ബോസ്, നിങ്ങൾ രണ്ടുപേരും രാത്രിയിൽ എല്ലാം സംസാരിക്കുക. അല്ല ബോസ്, ഓഫീസ് വർക്കിനെ പറ്റി നിങ്ങൾ എല്ലാം സംസാരിക്കുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അനാവശ്യ ചോദ്യങ്ങൾ എന്നോട് വേണ്ട. പോയി വിളിക്കടോ. അല്ല, മറ്റുള്ളവരെ വിളിക്കാൻ വേണ്ടി എന്നെ വിളിക്കും. രാത്രിയിലെല്ലാം ഫോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റും. എന്നാ പിന്നെ ഇപ്പോഴും ഫോൺ വിളിച്ച് സംസാരിച്ചാൽ എന്താ? എല്ലാം കള്ളത്തരവാ. നീ എന്തിനാ മോളെ ഇതെല്ലാം ചെയ്യുന്നത്? വല്യമ്മേ സാരിക ആദ്യമൊക്കെ വരുമെന്ന് പറഞ്ഞ് അവര് പുറത്ത് കാത്തു നിൽക്കുക. അവര് വരുമ്പോഴേക്കും ഇതൊക്കെ ശരിയാക്കാന്ന് ഓർത്താ ഞാൻ തന്നെ ചെയ്യാന്ന് കരുതിയെ. അതെ, ഇന്നത്തെ ദിവസം നീയാണ് ഹീറോയിൻ.
മറ്റുള്ള ദിവസത്തെ പോലെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്നാ എങ്ങനെയാ? അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്രത്തോളം ടെൻഷൻ അടിക്കുമെന്ന് അച്ഛൻ അറിയാവുന്ന കാര്യല്ലേ? അമ്മ വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചാ അമ്മയുടെ കുറച്ച് ടെൻഷൻ കുറഞ്ഞു കിട്ടുമല്ലോ. എനിക്ക് ആൺകുട്ടി ഇല്ലാന്ന് കരുതിയിട്ട് വിഷമായിരുന്നു നേരത്തേക്ക്. എന്നാ നീ ആൺകുട്ടിയെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ആ വാക്യം തിരിച്ചെടുക്കുന്നു. അതെന്തിനാ അങ്ങനെ പറയുന്നേ? എന്തു പറ്റി? ഇന്നലെ അമ്മ വന്നപ്പോ നീ സംസാരിച്ച രീതി ഉണ്ടല്ലോ, അത് കേട്ടതിന് ശേഷം എന്റെ ചിന്ത അങ്ങ് മാറിപ്പോയി. ഞാൻ അതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. അതിനേക്കാൾ ശരിയായിട്ട് ഇനി ഒന്നും പറയാനില്ല മോളെ. പെൺമക്കളുള്ള അച്ഛനമ്മമാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. ഒരു ആൺകുട്ടി വേണമെന്ന തോന്നലും ഉണ്ടാകും. ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നും കൂടെ ഉണ്ടാകും, ജോലിക്ക് പോകും. എന്നാ പെൺമക്കളോ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകും. അതെല്ലാം കള്ളാ മോളെ. മക്കൾ ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെ. നിന്നെ പോലെ സംസ്കാരമുള്ള മക്കളുണ്ടെങ്കിൽ പിന്നെ വേറെന്താ വേണ്ടേ? വെറുതെ എന്നെ പുകഴ്ത്തിയൊന്നും പറയണ്ട അച്ഛാ. ഇതെല്ലാം എന്നെ അച്ഛൻ പഠിപ്പിച്ചതല്ലേ. അല്ല മോളെ, സംസ്കാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരേണ്ടതല്ല, സ്വയം പഠിക്കേണ്ടതാ. പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു തരാനല്ലേ പറ്റൂ. എന്നാൽ അതിന്റെ എല്ലാം മുകളില് 4 പേര് കാണുമ്പോ എത്ര നന്നായിട്ടാ വീട് നോക്കുന്നെന്ന് പറയുമ്പോ അതൊന്ന് വേറെ മോളെ. എന്നാൽ നീയോ അതിശയിപ്പിക്കുന്ന രീതിയിലെല്ലാം മനസ്സിലാക്കി വളർന്നു കഴിഞ്ഞു. ഇനി ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ അമ്മുവിനെ പോലൊരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കും. നിന്നെ പോലൊരു മകളുണ്ടാകുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണും. എടോ പിയെ, ഒരു കാര്യം കറക്റ്റ് ആയിട്ട് താൻ ചെയ്യില്ല അല്ലേ? അവളെ വിളിക്കാൻ പറഞ്ഞപ്പോ താൻ എന്തിനാ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേ? ഇല്ല, ഇവൻ വിളിച്ചിട്ട് വന്നതല്ല, ഞാനായിട്ട് വന്നതാ. ഇറ്റ്സ് ഓക്കെ. കാര്യം എന്താ പറയും? ആക്ച്വലി അമൂല്യെ കാണാൻ ഇന്നൊരു കൂട്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനാ ലീവ് കൊടുത്ത്. വാട്ട്? പയ്യനോ? പെണ്ണ് കാണാൻ ചെക്കൻ വന്നു എന്ന് വെച്ച് ഇത്രക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതേ വേദാന്ത്, വീട്ടില് പെണ്ണാലോചിച്ച് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ. എടോ പിയെ, നമ്മുടെ ഇന്നത്തെ എല്ലാ മീറ്റിംഗും ക്യാൻസൽ ചെയ്തേക്കെ. എവിടെയോ സ്വിച്ച് ഇടുമ്പോ വേറെ എവിടെയോ ബൾബ് കത്തുന്നുണ്ടല്ലോ. അല്ല വേദാന്ത്, അമൂല്യെ കാണാൻ പയ്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവൾക്കൊരു ഇത്തിരി ബുദ്ധി പോലും ഇല്ല, പറയുന്നൊന്നും അനുസരിക്കില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴവർക്ക് മെച്ചൂരിറ്റി ഇല്ല. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞാലോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ വേദാന്ത്. അമൂല്യ ജോലിയുടെ കാര്യത്തിൽ പക്കയാണ്. കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളും. ബോസ്, ഇവിടെ നിങ്ങളും ഉണ്ട്, സിദ്ധാർത്ഥ് സാറും ഉണ്ട്. പിന്നെന്തിനാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നത് ബോസെ? ആക്ച്വലി എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇന്ന് മീറ്റിംഗ്സ് ഒന്നും വേണ്ട, എനിക്ക് അർജന്റായിട്ട് പോണം. ഞാൻ ഇന്ന് ലീവാന്ന് എല്ലാ ക്ലയൻസിനോടും പറഞ്ഞേക്കേ. സിദ്ധാർത്ഥ് സാർ, ഇന്ന് എവിടെയെങ്കിലും പ്രളയം ഉണ്ടാകുമെന്ന് വല്ലതും ഏതെങ്കിലും ന്യൂസ് ചാനലിൽ പറയുന്നത് കേട്ടായിരുന്നോ? ഇതുവരെ കേട്ടിട്ടില്ല, ഇനി കേൾക്കാൻ സാധ്യതയുണ്ട്. അമൂല്യ മേഡത്തിനെ കാണാൻ പയ്യൻ വരുന്നു. ഫിക്സ് ചെയ്ത മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ബോസിന് ലീവ്. 10ാം ക്ലാസ് മുതൽ PhD വരെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 4 പെൺകുട്ടികളുടെയും കല്യാണം എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ചിരുന്നില്ലേ പ്രമീനി? ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി. ഒന്ന് പോ പ്രമി, നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആരതിയുടെയും കല്യാണം നടക്കും. ഒപ്പം അമ്മൂനും നല്ലൊരു ബന്ധം വന്നല്ലോ. ഇനി വേറെന്താ? കല്യാണം കഴിയുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ല ചേച്ചി. എപ്പോ എവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഭയമാണ് എനിക്ക്. നേരത്തെ നമുക്കൊരു അനുഭവം ഉണ്ടായതല്ലേ. എല്ലാം നല്ലതുപോലെ നടക്കും. വെറുതെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വേദാന്തനെ തന്നെ വളയ്ക്കാൻ നോക്കിയതല്ലേ, ഇപ്പൊ നിനക്ക് ശരിക്കും കിട്ടിയില്ലേ? നിനക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. ഐ എം ഹാപ്പി. നീ അനുഭവിക്കണം. അല്ല, ഈ അതിഥി ചേച്ചി എന്താ വരാത്തെ? പയ്യന്റെ വീട്ടുകാർ വരാനുള്ള സമയായി.
ഈ കാറ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേദാന്ത ചേട്ടനോ? ചേച്ചി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അഞ്ജു? ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. നീ അകത്തോട്ട് വന്നാൽ ഞാൻ പറയാം. എല്ലാരും ഇവിടെ തന്നെയുണ്ട്. നമ്മള് രണ്ടുപേരും ഇപ്പൊ അകത്തേക്ക് പോയാ എല്ലാരും സംശയിക്കും. എന്താന്ന് പറ ചേച്ചി. അത് അഞ്ജു, അടുക്കളയിൽ പായസം വെച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് വാ മോളെ. വേഗം പോ. അല്ല, ഈ വേദാന്ത ചേട്ടന് ഞങ്ങളുടെ വീട്ടിൽ എന്താ പണി? നിനക്ക് എന്താ പറ്റിയ വേദാന്ത്? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിനക്ക് ചെയ്യാൻ വേറെ പണിയൊന്നുമില്ലേ? അവളെ കല്യാണം കഴിക്കട്ടെ. അതിന് നിനക്കെന്താ എത്ര ടെൻഷൻ? Damn it. ശരിയാ, ഞാനും അവളും തമ്മിൽ എന്താ ബന്ധം? അയിനോ, എന്നാലും അവൾക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. എക്സ്ക്യൂസ് മീ, ഇവിടെ മണികണ്ഠൻ എന്ന ആളുടെ വീട് എവിടെയാ? നിങ്ങളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ഗസ്റ്റാ. ആക്ച്വലി എന്റെ അമ്മയ്ക്ക് അവരുടെ വീടറിയാം. ബട്ട് അവര് റിലേറ്റീവിന്റെ കൂടെ വേറൊരു കാറിൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ. ആ സൈക്കോനെ കെട്ടാൻ വന്ന പയ്യൻ ഇതാണോ? ഇവിടുന്ന് നേരെ പോയി റൈറ്റ് എടുത്ത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് യൂ ടേൺ എടുത്തോ. നിങ്ങളിപ്പോ തീരെ ശരിയല്ലാത്ത റൂട്ടിലാണ് കിടക്കുന്നത്. ഓ, അങ്ങനെയാണോ? താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. നീ നല്ലോണം പോയി പെണ്ണ് കാണ്. ചേച്ചി, ചേച്ചി, എന്താടി? പുറത്ത് ആരാ വന്നെന്ന് കണ്ടോ? പയ്യന്റെ വീട്ടുകാർ വന്നാ അത് പറയണ്ടേ? നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാ? അയ്യോ ചേച്ചി, മെല്ലെ സംസാരിക്ക്. വന്നിരിക്കുന്നത് പയ്യന്റെ വീട്ടുകാരല്ല, വേദാന്ത ചേട്ടൻ. എന്ത്? വേദാന്ത ചേട്ടൻ ഇവിടേക്ക് വന്നോ? അമ്മു ചേച്ചിയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം വേദാന്ത ചേട്ടൻ എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? അമ്മു ചേച്ചി എന്തായാലും ഇൻവൈറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ഡൗട്ടാ. സംശയമില്ല, ഒന്നുമില്ല. അദ്ദേഹം തന്നെ ഇവിടെ വന്നെന്ന് പറയുമ്പോ വരാൻ പോകുന്ന വീട്ടുകാരെ തിരിച്ചയക്കാനാണോ? അതാണോ ഇനി ഉദ്ദേശം? നീ ഒന്നും മിണ്ടാതിരിക്കാൻ ജൂ. വെറുതെ ഓരോന്നും പറയാതെ. വേദാന്ത ചേട്ടൻ അങ്ങനത്തെ ആളല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അതിനായിരിക്കും വന്നിട്ടുണ്ടാവാം. എന്നാലും ചേച്ചി, വല്ലാത്തൊരു കഷ്ടാണല്ലോ ഇപ്പൊ നിന്റെ കാര്യം. നീ എന്തിനാ ചേട്ടനെ ക്രിമിനലായി കാണുന്നത്? വേദാന്ത ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം ചേച്ചി. പക്ഷേ എല്ലാവരും കുന്തമില്ല. വീട്ടിലുള്ളവരെല്ലാം അവര് വന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ നിന്റെ ഓരോരോ സംശയം. നിനക്ക് എക്സാമിന് ലേറ്റ് വന്നിട്ടുണ്ടല്ലോ, വേഗം പോവാൻ നോക്ക്. ആരതി, വരിയാമേ. ചേച്ചിക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? വേദാന്തേട്ടൻ വെറുതെ വന്നതല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരെന്താ വേറെ ആംഗിളിൽ ചിന്തിക്കുന്നത്? അതെ, പയ്യന്റെ വീട്ടുകാർ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അവര് വരാത്തോണ്ട് വരും വഴി എന്തെങ്കിലും തടസ്സം ഉണ്ടായോന്ന് എനിക്ക് പേടി. നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാമോ? ഇനിയിപ്പോ രാഹുലം തുടങ്ങി ഒന്നും നടക്കില്ല. അങ്ങനെയാണല്ലേ? നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം.
ലീവ് അപ്ലൈ ചെയ്യില്ല. പറഞ്ഞൊന്നും കേൾക്കില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യോ ഇല്ല. ശരിയാക്കി തരാം. നിന്റെ അഹങ്കാരം ഞാൻ കുറച്ചു തരാം. നീ ഓഫീസിലേക്ക് അങ്ങോട്ട് വാ. എന്നോട് പറയാ നീ കല്യാണം കഴിക്കുമല്ലേ? ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഇടയ്ക്ക് പയ്യന്മാര് വരുന്നുണ്ട്. അത്ര ബ്ലഡി നോൺസെൻസ്.